ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാത്തൂസ് ക്രിയേറ്റിവിറ്റി. ഇന്ന് നമ്മൾ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പാലക്കാടൻ റാവുത്തർ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. ആദ്യമായിട്ട് മട്ടൺ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കുക. അരി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെള്ളം വാലാൻ വെക്കുക. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കുക. അടുത്തത് മട്ടൺ മാരിനേഷനാണ്. അതിനായി ചെറിയുള്ളി 2 ടീസ്പൂൺ, വെളുത്തുള്ളി 2 ടീസ്പൂൺ, ഇഞ്ചി 1.5 ടീസ്പൂൺ, പച്ചമുളക് 1.5 ടീസ്പൂൺ, ബിരിയാണി മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, തൈര് 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന് എന്നിവ ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം ഒരു കുക്കറിലിട്ട് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ വേവേണ്ട ആവശ്യമില്ല, 1/4 വേവോളം വേവിച്ചാൽ മതിയാവും. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം 100 ഗ്രാം നെയ്യ്, 150 ഗ്രാം സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി സ്പൈസസ് ആഡ് ചെയ്യാം. ഏലക്കായ 12 എണ്ണം, പട്ട 8 പീസ്, ഗ്രാമ്പു 10 എണ്ണം എന്നിവയിട്ട് പൊട്ടിയതിനു ശേഷം കനം കുറച്ചരിഞ്ഞ 2 സബോള ഇട്ട് കുറച്ച് കല്ലുപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റുക. സബോള നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം ഉള്ളി ചതച്ചത് 4 ടീസ്പൂൺ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ബിരിയാണിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടാനാണ് ചെറിയുള്ളി അരച്ച് ചേർക്കുന്നത്. നമ്മുടെ പാലക്കാട് NMR അവൈലബിൾ ആണ് ഇതേ ടേസ്റ്റുള്ള ബിരിയാണി. അതുകൊണ്ട് ഇത് NMR സ്റ്റൈൽ ബിരിയാണിയാണെന്ന് കൂടെ പറയാം. സബോളയും ഉള്ളിയും നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി, 3 ടീസ്പൂൺ വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇനിയും നല്ലപോലെ വഴറ്റിയെടുക്കാം. ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റാവുത്തർ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 2.5 ടീസ്പൂൺ പച്ചമുളക് ആഡ് ചെയ്യാം. 1 കിലോ അരിക്ക് വേണ്ട മെഷർമെൻറ്റ് ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നന്നായി വഴറ്റി വന്നതിന് ശേഷം 2 തക്കാളി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 പിടി പുതിനയില മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തതാണ്. ബിരിയാണിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത് പുതിന ചേർക്കുന്നത്. എല്ലാം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഈ മസാല നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 പിടി മല്ലിയിലയാണ്. മല്ലിയില നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. 2.5 ടീസ്പൂൺ തൈരാണ് ആഡ് ചെയ്തത്. മസാല കൂട്ടെല്ലാം വഴറ്റി വരുന്നവരെ ചെറിയ തീയിൽ വെച്ചാൽ മതിയാവും. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ സിമ്മിൽ വെച്ച് ചെയ്താൽ മതി. ഇത് ഞാനൊരു 1 കിലോ അരിക്കുള്ള മെഷർമെൻറ്റാണ് കാണിച്ചിരിക്കുന്നത്. 1 കിലോ അരിക്ക് ഞാനിവിടെ 1/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ആഡ് ചെയ്യാം. വേവിച്ച് വെച്ച മട്ടനിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ആഡ് ചെയ്യണ്ട. മട്ടനും മസാലക്കൂട്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ടത്. അരിയുടെ ഇരട്ടി വെള്ളമാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മട്ടൻ വേവിച്ച വെള്ളം കൂടുതലുണ്ടെങ്കിൽ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഈ മട്ടൻ്റെ വെള്ളം കോമ്പൻസേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഇനി ഇത് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ്, മുളക്, മസാല എന്നിവ ഇനിയും കൂടുതൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീ നല്ലപോലെ കത്തിച്ചു കൊടുക്കണം. വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുന്നവരെ അടച്ചു വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അധികം തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പരുവമാകുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് ദമ്മിലിടാം.
ബിരിയാണി അടച്ച് വെച്ച് അടപ്പിന് മേലെ അടുപ്പിൽ നിന്ന് കുറച്ച് കനൽ വാരി ഇട്ട് വയ്ക്കാം. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്ക് തുറക്കാവുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ പാലക്കാടൻ NMR ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.